ബിന്ദു പത്മനാഭൻ തിരോധാനത്തിന്റെ ചുരുളഴിയുമ്പോൾ ചേർത്തലയിലെ നാട്ടുകാർ ഞെട്ടിയത് PM സെബാസ്റ്റ്യൻ എന്ന പ്രതിയുടെ ക്രിമിനൽ ജീവിതത്തിന് ബിന്ദുവിന്റെ കൊലപാതകത്തെക്കാൾ തന്നെ പഴക്കമുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴാണ്. വ്യാജരേഖ ചമച്ച് ബിന്ദുവിന്റെ സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിച്ച കേസിന്റെ അന്വേഷണമാണ്. ഒരു കാലത്ത് അമ്മാവൻ എന്ന് നാട്ടുകാർ വിളിച്ചിരുന്ന സെബാസ്റ്റ്യൻ എന്ന കൊലയാളിക്ക് പിന്നിൽ പതിറ്റാണ്ടുകളായി ഒളിച്ചിരുന്ന കൊടും ക്രൂരനായ ഷൈലോക്ക് എന്ന രഹസ്യത്തെ പുറത്തു കൊണ്ടുവന്നതും ഈ അന്വേഷണമാണ്. 2018 ജൂലൈ 27 വൈകുന്നേരം 5 മണി ചേർത്തല DSP സംഘവും ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ സെർച്ച് വാറണ്ടുമായി ചെങ്ങംതറയിലെ സെബാസിന്റെ വീട്ടിലേക്ക് എത്തുന്നു. ബിന്ദുവിന്റെ തിരോധനം പുറത്തു വന്നതിന് ശേഷം വീട് അടഞ്ഞു കിടക്കുകയായിരുന്നു. അയൽവാസികളെ സാക്ഷിയാക്കി വീടിന്റെ പിന്നിലെ പൂട്ട് തകർത്ത് പോലീസ് അകത്തേക്ക് കടന്നു. ബിന്ദുവിന്റെ സ്ഥലം വിൽപ്പന നടത്തുന്നതിനായി തയ്യാറാക്കിയ വ്യാജരേഖകളായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം. സെബാസിന്റെ മുറിയിലെ അലമാരയിൽ തിരച്ചിൽ നടത്തിയെങ്കിലും നിരാശയായിരുന്നു ഫലങ്ങളെല്ലാം. എന്നാൽ ഡൈനിങ് ഹാളിന് തെക്ക് വശത്തുള്ള കിടപ്പുമുറിയിലെ കട്ടിലിന്റെ ബെഡ് ഉയർത്തി നോക്കിയപ്പോൾ കേസുമായി ബന്ധപ്പെട്ട ചില നിർണായക പ്രമാണങ്ങളും മറ്റു ചില തെളിവുകളും കണ്ടെത്തുന്നു. അവയോടൊപ്പം കണ്ടെത്തിയ ചില രേഖകൾ പോലീസിനെ ശരിക്കും അമ്പരപ്പിച്ചു, ഞെട്ടിച്ചു. ഒപ്പിട്ട വിവരങ്ങൾ രേഖപ്പെടുത്താത്ത മുദ്രകളും അതുപോലെ മുദ്രപത്രങ്ങളും തുക എഴുതിയതും എഴുതാത്തതുമായ ഒപ്പിട്ട ചെക്ക് ലീഫുകളും ഇതായിരുന്നു 2018 ജൂലൈ 18 ചേർത്തല പോലീസ് സ്റ്റേഷനിൽ സെബാസിനെതിരെ ലൈസൻസ് ഇല്ലാതെ അമിത പലിശയ്ക്ക് കടം കൊടുത്ത് ലാഭമുണ്ടാക്കിയതിന്, കൃത്യമായി പറഞ്ഞാൽ ബ്ലേഡ് മാഫിയ ചട്ടത്തിന് 1481/2018 നമ്പറിൽ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള കാരണം. ബിന്ദുവിന്റെ ഭൂമി തട്ടിയെടുക്കാൻ ശ്രമിച്ച ക്രിമിനൽ ബുദ്ധിക്ക് പിന്നിൽ നാട്ടുകാരെ പിഴിഞ്ഞ് ജീവിക്കുന്ന ഒരു കൊടും പലിശക്കാരനുണ്ടായിരുന്നു. ബിന്ദു കേസിനൊപ്പം അന്വേഷണത്തിലായ ഈ ബ്ലേഡ് പലിശ കേസിന്റെ വിശദാംശങ്ങൾ സെബാസ്റ്റ്യൻ എന്ന സാമ്പത്തിക കുറ്റവാളിയുടെ ക്രൂരതയുടെ ആഴം വ്യക്തമാക്കുന്നു, ആക്കം കൂട്ടുന്നതുമാണ്. പലിശയ്ക്ക് പണം ആവശ്യപ്പെട്ട് സമീപിക്കുന്നവരോട് അയാൾ ആദ്യം തന്നെ ഒപ്പിട്ട ഒന്നും എഴുതാത്ത മുദ്രപത്രവും ചെക്ക് ലീഫുകളും ഈടായി വാങ്ങും. ആദ്യ മാസത്തെ പലിശ ആദ്യം തന്നെ പിടിച്ച ശേഷമുള്ള തുകയെ അയാൾ നൽകുകയുള്ളൂ. ബിവറേജസ് ജീവനക്കാരനായ മണികണ്ഠൻ എടുത്ത 50,000 രൂപയുടെ കടം ഉദാഹരണം മാത്രമാണ്. ലിവർ സിറോസിസ് വന്ന് ചികിത്സയിലായിരുന്ന മണികണ്ഠൻ ആശുപത്രിയിൽ കിടക്കുമ്പോഴാണ് സെബാസ്റ്റ്യൻ പണവുമായി എത്തുന്നത്. ആദ്യം തന്നെ 5,000 രൂപ പലിശ ഇനത്തിൽ എടുത്ത ശേഷം 45,000 രൂപയാണ് നൽകിയത്. ഇത് തന്നെ മാസം 5,000 രൂപ മുടങ്ങാതെ പലിശ നൽകണമെന്ന കർശനമായ നിർബന്ധവും ഉണ്ടായിരുന്നു. മണികണ്ഠൻ ചികിത്സ കഴിഞ്ഞ് ജോലിക്ക് കയറിയ ശേഷം പലതവണയായി മുതലും പലിശയും അടയ്ക്കുകയും ചെയ്തു. 2015 ഒക്ടോബറിൽ വാങ്ങിയ കടം 2017 ഓണക്കാലം കൊണ്ട് അടച്ചു തീർന്നപ്പോൾ 50,000 രൂപയ്ക്ക് പകരം മണികണ്ഠന് 1,50,000 രൂപ സെബാസ്റ്റ്യന് നൽകേണ്ടിയും വന്നു. മുതലിലേക്ക് എത്ര കാശ് അടച്ചാലും മാസം 5,000 രൂപ പലിശ അയാൾക്ക് നിർബന്ധവുമായിരുന്നു. എന്നാൽ കടം തീർത്തിട്ടും ഒപ്പിട്ട് വാങ്ങിയ ചെക്ക് തിരികെ ചോദിച്ചപ്പോൾ കുബേര റെയ്ഡ് പേടിച്ച് രേഖകൾ മാറ്റിവെച്ചിരിക്കുകയായിരുന്നു എന്നാണ് അയാളുടെ മറുപടി. ഫർണിച്ചർ പണിക്കാരനായ സാജൻ 10,000 രൂപയും പിന്നീട് 20,000 രൂപയും പലിശയ്ക്ക് വാങ്ങി. ഓരോ തവണയും ചെക്കും മുദ്രപത്രവും ഈടും നൽകി. മുതലും പലിശയും അടച്ചു തീർത്തിട്ടും ചെക്ക് തിരിച്ചു ചോദിച്ചപ്പോൾ സെബാസ്റ്റ്യൻ ഒഴിഞ്ഞു മാറുകയും ചെയ്തു. ചെക്ക് തന്നിട്ടില്ലെന്ന് നുണ പറഞ്ഞു. സാജൻ നൽകിയ ബ്ലാങ്ക് ചെക്ക് പിന്നീട് പോലീസ് കണ്ടെടുത്തപ്പോൾ അതിൽ 1,00,000 രൂപ തുക എഴുതി ചേർത്തിരിക്കുന്നു. 15,000 രൂപ കടം വാങ്ങിയ ശശിക്ക് 23,600 രൂപ അടച്ചിട്ടും മുദ്രപത്രം തിരിച്ചു കൊടുക്കാൻ സെബാസ്റ്റ്യൻ തയ്യാറായതുമില്ല. പലിശ കുറവാണെന്ന് പറഞ്ഞ് വീണ്ടും പലിശയും ആവശ്യപ്പെട്ടു. ഒരു ബസ് ക്ലീനറിൽ നിന്നും വസ്തു കച്ചവടക്കാരനിലേക്ക് വളരുന്ന സെബാസ്റ്റ്യൻ എങ്ങനെയാണ് ഇത്ര വലിയൊരു സാമ്പത്തിക സാമ്രാജ്യം പടുത്തുയർത്തിയത്? 5,000-ഉം 10,000-ഉം മാത്രമല്ല, ചേർത്തല പട്ടണത്തിലെ വ്യാപാരികളടക്കം ലക്ഷങ്ങളാണ് ഇയാൾ പലിശയ്ക്ക് വാങ്ങിയിരിക്കുന്നത്, പലിശ നൽകിയിരിക്കുന്നതും. ബിന്ദു കേസിന്റെ ആദ്യ നാളുകളിൽ സെബാസ്റ്റ്യൻ കണ്ണൂരിലേക്ക് ഒളിച്ചു പോയിരുന്നു. സെബാസ്റ്റ്യൻ ഇനി പൊങ്ങില്ലെന്ന് കരുതിയ കടക്കാരിൽ നിന്നെല്ലാം കണ്ണൂരിൽ നിന്നെത്തിയ ഒരു സംഘം ഒരാഴ്ചയോളം ചേർത്തലയിൽ തങ്ങി പലിശ സഹിതമുള്ള മുതൽ പിരിച്ചെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു. ഇത് സൂചിപ്പിക്കുന്നതാകട്ടെ സെബാസ്റ്റ്യന്റെ സാമ്പത്തിക ഇടപാടുകൾ എത്രമാത്രം വലുതും ചിട്ടയുള്ളതുമായിരുന്നു എന്നുള്ളതാണ്. ഏറ്റവും ഞെട്ടിക്കുന്നത് പോലീസ് നിരീക്ഷണ റഡാറിൽ ഉണ്ടായിരുന്ന സമയത്ത് പോലും ഇയാൾ നടത്തിയ സാമ്പത്തിക ഇടപാടുകളാണ്. ചേർത്തലയിലെ പല ബാങ്കുകളിൽ നിന്നായി കേസിന്റെ കാലത്ത് തന്നെ ഇയാൾ കോടികൾ പിൻവലിച്ചു. ചേർത്തലയ്ക്ക് വടക്കുള്ള ഒരു ബാങ്കിൽ നിന്നും ഏകദേശം 2 കോടി രൂപയും മറ്റൊരു ബാങ്കിൽ നിന്നും സകല തിരിച്ചറിയൽ രേഖകളും ഇല്ലാതിരുന്നിട്ടും വ്യാജരേഖകൾ സ്വയം ഉണ്ടാക്കി 73 ലക്ഷം രൂപയും ഇയാൾ പിൻവലിച്ചു. ഈ പണമെല്ലാം എവിടെ നിന്നാണ് സെബാസ്റ്റ്യന് ലഭിച്ചത്? വ്യാജരേഖ കേസിൽ ജാമ്യത്തിറങ്ങിയ ശേഷം കാശുണ്ടെങ്കിൽ എന്ത് കേസ് എന്ന് ഇയാൾ പരിചയക്കാരോട് പറയുകയും അതിൽ അട്ടഹസിക്കുകയും ചെയ്തിരുന്നു. ഏകദേശം 30 ലക്ഷം രൂപ ഇയാൾ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലിയായി നൽകിയെന്ന സംസാരം പോലും അന്ന് നാട്ടിൽ പരക്കുകയും ചെയ്തിരുന്നു. പാലാരിവട്ടത്തെ ബിന്ദുവിന്റെ 11 സെന്റ്
39 ലക്ഷത്തിനാണ് വിറ്റതെങ്കിലും ആധാരത്തിൽ യഥാർത്ഥ വില കാണിക്കുന്നത് കൊണ്ട് അതിലും വലിയ തുക ഇയാൾ കൈക്കലാക്കിയിരിക്കാം എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമ്പലപ്പുഴയിലെ സ്ഥലം വിൽക്കുന്നതിന്റെ 1.5 ലക്ഷം രൂപ അഡ്വാൻസിന് വേണ്ടിയാണ് ബിന്ദുവിനെ കൊന്നതെന്നാണ് സെബാസ്റ്റ്യൻ കുറ്റസമ്മതം നടത്തിയത്. എന്നാൽ ബിന്ദുവിന്റെ പേരിൽ ഉണ്ടായിരുന്ന കടക്കരപ്പള്ളിയിലെ വീടും 1 ഏക്കർ 48 സെന്റ് സ്ഥലവും ഉൾപ്പെടെ പലതും വിറ്റ് സെബാസ്റ്റ്യൻ ഇടനില നിൽക്കുകയായിരുന്നു. അല്ലെങ്കിൽ പലതും വിറ്റത് സെബാസ്റ്റ്യന്റെ ഇടനിലയിൽ നിന്നും ഉണ്ടായിരുന്നു. ബിന്ദുവിനെ ഇല്ലാതാക്കിയ ശേഷം നടന്ന ഈ കച്ചവടങ്ങളിൽ നിന്ന് അയാൾ ഉണ്ടാക്കിയ കോടികളായിരുന്നു പലിശയ്ക്ക് നൽകിയിരുന്നത്. സെബാസ്റ്റ്യന്റെ യഥാർത്ഥ മുഖം 8 വർഷങ്ങൾക്ക് മുമ്പേ വെളിച്ചത്ത് കൊണ്ടുവരാൻ പോലീസ് ശ്രമിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ സാമ്പത്തിക കുറ്റകൃത്യങ്ങളും ബിന്ദുവിന്റെ കൊലപാതകത്തിന്റെ ചുരുളുകളും നേരത്തെ അഴിയുമായിരുന്നു. കാരണം ഈ അജ്ഞാത കോടികളുടെ ഉറവിടം ബിന്ദു പത്മനാഭന്റെ ദുരൂഹമായ തിരോധാനവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. സെബാസ്റ്റ്യൻ എന്ന കുറ്റവാളിയുടെ കഥ അല്ലെങ്കിൽ കുറ്റവാളികളുടെ കഥകളൊന്നും തന്നെ ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. കാരണം അത്രത്തോളം വലിയ തരത്തിലുള്ള കുറ്റങ്ങളാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നാം ഒന്ന് ആലോചിക്കണം, ഈ പണമെല്ലാം എവിടെ നിന്നാണ് സെബാസ്റ്റ്യന് ലഭിച്ചിട്ടുണ്ടാവുക? എങ്ങനെയായിരിക്കാം യാതൊരു ബന്ധവുമില്ലാതെ 75 ലക്ഷത്തോളം വ്യാജ പ്രമാണങ്ങളെ വെച്ച് അല്ലെങ്കിൽ വ്യാജ തിരിച്ചറിയൽ രേഖകൾ അടക്കം വെച്ച് ബാങ്കിൽ നിന്നും ലക്ഷങ്ങൾ പിൻവലിക്കാൻ പറ്റുക, അതുപോലെ കോടികൾ പിൻവലിക്കാൻ പറ്റുക? ഈ പണമെല്ലാം എവിടെ നിന്നാണ് ഉണ്ടായത്? ഈ പണമെല്ലാം എങ്ങനെയാണ് സെബാസ്റ്റ്യന് കിട്ടുന്നത്? ഇതൊക്കെ ഒരുപക്ഷെ ഞെട്ടിക്കുന്ന വലിയ തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിലേക്കേക്കാം നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. കാരണം ഇന്ന് നമ്മുടെ നാട്ടിൽ പോകുന്ന അവസ്ഥ എത്രത്തോളം ഭീകരമാണെന്ന് കൂടി ഇവിടെ പറയേണ്ടിയിരിക്കുന്നു. ബിന്ദു കേസിന്റെ ആദ്യ നാളുകളിൽ സെബാസ്റ്റ്യൻ കണ്ണൂരിലേക്ക് പലപ്പോഴായി ഒളിച്ചു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ സെബാസ്റ്റ്യൻ ഇനി പൊങ്ങി വരില്ല എന്ന് കരുതിയ കടക്കാരിൽ നിന്നെല്ലാം കണ്ണൂരിൽ നിന്നെത്തിയ ഒരു സംഘം ഒരാഴ്ചയോളമാണ് ചേർത്തലയിൽ തങ്ങി കിട്ടാനുള്ള എല്ലാ പലിശയും അതുപോലെ മുതലുമടക്കം പിരിച്ചെടുത്തു കൊണ്ടുപോകുന്നത്. അപ്പോൾ ആലോചിക്കണം, ഇവിടെ സെബാസ്റ്റ്യന് പിന്നിൽ ആരൊക്കെയുണ്ട്? ഇത് അന്വേഷണം നടത്തേണ്ടത് ആരാണ്? ഈ അന്വേഷണത്തിന് ചുക്കാൻ പിടിക്കുന്നത് ആരാണ്? പക്ഷേ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം, അതായത് ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം 30 ലക്ഷം രൂപയോളം കൈക്കൂലി നൽകിയതായി ആരോപണങ്ങളുണ്ട്. ഈ 30 ലക്ഷം രൂപ വാങ്ങി പോലീസ് ഉദ്യോഗസ്ഥരിൽ പലരും സെബാസ്റ്റ്യന്റെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കാൽക്കൽ വീണ സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം പണത്തിന് മുകളിൽ പരുന്തും പറക്കില്ല എന്നുള്ള സമവാക്യം ഒരുപക്ഷെ ഇവിടെയും യാഥാർത്ഥ്യമാകുന്നു എന്ന് പറയേണ്ടി വരും. ഒരു ബസ് ക്ലീനറിൽ നിന്ന് വസ്തു കച്ചവടക്കാരനിലേക്കും അവിടെ നിന്ന് ഓപ്പറേഷൻ കുബേരയെ പേടിക്കുന്ന തരത്തിലുള്ള വലിയ കൊള്ളപ്പലിശക്കാരനിലേക്കും എത്തുമ്പോൾ ഇവിടെ കോടികളാണ് കുന്നുപോലെ കൂടിയത്. ഈ കോടികൾ എവിടെ നിന്ന് വന്നുവെന്നോ ഈ ലക്ഷങ്ങൾ എവിടെ നിന്നുണ്ടായെന്നോ ഒരാൾക്കും ഒരറിവുമില്ല. സെബാസ്റ്റ്യൻ എന്ന കിങ് മേക്കർ, ഒരുപക്ഷെ സെബാസ്റ്റ്യൻ എന്ന ഷൈലോക്ക് എങ്ങനെ ഉടലെടുത്തു എന്നുള്ളതിനും അതുപോലെ ഇതിന് ഉത്തരവാദികൾ ആരൊക്കെയാണെന്നുള്ളതിനും ഇന്ന് വരെ യാതൊരു തെളിവുമില്ല. മാത്രമല്ല പോലീസ് സംഘം ഈ അന്വേഷിക്കുന്ന അന്വേഷണങ്ങളെല്ലാം ഇപ്പോഴും ഇരുട്ടിൽ തപ്പുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്ന് പറയുമ്പോഴും ഇവിടെ ഒരു വിഭാഗം പോലീസുകാർ സെബാസ്റ്റ്യനെ പിന്തുണയ്ക്കുന്നു, സെബാസ്റ്റ്യന് സഹായങ്ങൾ നൽകുന്നു, അതുപോലെ സെബാസ്റ്റ്യന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു നൽകുന്നു. അതിനുള്ള പാരിതോഷികമായി മാത്രമാണ് 30 ലക്ഷത്തോളം രൂപ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം ഇയാൾ കൊടുത്തിരുന്നത്, അതുപോലെ കൊടുത്തതും. ആലോചിക്കണം, ഒരു ഫർണിച്ചർ കടക്കാരിൽ നിന്ന് മാത്രം 10,000-ഉം 20,000-ഉം പലിശ കൊടുക്കുമ്പോൾ ഓരോ തവണയും ചെക്കും മുദ്രപത്രവുമാണ് ഈട് വാങ്ങിയിട്ടുള്ളത്. ഈ ചെക്കും മുദ്രപത്രത്തിലും വലിയ തരത്തിലുള്ള തുക എഴുതി വച്ചിരിക്കുന്നു. ഇതെല്ലാം കിട്ടുന്നത് മെത്ത ഉയർത്തിയപ്പോഴാണ്. അങ്ങനെ അന്ന് ജനങ്ങൾ അറിയുന്നത് ഒരുപക്ഷെ 2018 ജനങ്ങൾ ഈ വിവരമെല്ലാം കൃത്യമായി പറഞ്ഞാൽ ജൂലൈ മാസം 2018 27-ാം തീയതി വൈകുന്നേരം 5 മണിക്കാണ്. അന്നത്തെ ചേർത്തല DSP സംഘവുമാണ് ഇതെല്ലാം അന്വേഷിക്കുന്നതും. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ സെർച്ച് വാറണ്ടുമായാണ് ചെങ്ങംതറയിലെ സെബാസ്റ്റ്യന്റെ വീട്ടിലെത്തി. അന്ന് ബിന്ദുവിന്റെ തിരോധാനം മാത്രമാണ് ഇവിടെ അന്വേഷണം. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തെളിവുകൾ കിട്ടുന്നുണ്ടോ എന്നുള്ള അന്വേഷണം ചെന്നെത്തിയത് കേരളത്തെ തന്നെ ഞെട്ടിച്ച, കേരളത്തെ തന്നെ ഭീതിയിലാക്കുന്ന വലിയ തരത്തിലുള്ള ഒരു ക്രൈം സ്റ്റോറിയിലേക്കാണ് എത്തിയത്. അങ്ങനെ വലിയ തരത്തിലുള്ള ഒരു കൊലപാതകത്തിൻ്റെ തിരോധാനം അടക്കമുള്ളവ വെളിച്ചത്ത് വരുന്നത്, ലോകമറിയുന്നതെല്ലാം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടാണ്. ആലോചിക്കണം, അതിനു മുന്നേ വരെ ബിന്ദു പത്മനാഭന്റെ തിരോധാനത്തിന്റെ ചുരുളഴിയുമ്പോൾ അതിനൊപ്പം തന്നെ പുറത്തു വരുന്നതാണ് CM സെബാസ്റ്റ്യൻ എന്ന പ്രതിയുടെ ക്രിമിനൽ ജീവിതത്തിന്റെ ബിന്ദുവിനേക്കാൾ അല്ലെങ്കിൽ ബിന്ദുവിന്റെ കൊലപാതകത്തെക്കാൾ പഴക്കമുണ്ടെന്ന് മനസ്സിലാകുന്നതും.